തിരുവനന്തപുരത്തെ ഇലക്ട്രിക് സിറ്റി ബസ് സർവീസിലെ വിവാദം മുറുകുന്നതിനിടെ തുടർ നടപടികളുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ.പി. ഗണേഷ് കുമാർ. ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് കെഎസ്ആർടിസിയിൽ നിന്നും മന്ത്രി റിപ്പോർട്ട് തേടി. അതേസമയം മന്ത്രിയെ തള്ളിക്കൊണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ രംഗത്തെത്തി. ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് വിവാദങ്ങൾക്കിടയാക്കിയിരിക്കുന്നത്. വിവാദങ്ങൾക്കിടയിലും ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് മന്ത്രി. ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഗതാഗത മന്ത്രി തേടിയിട്ടുണ്ട്. കെഎസ്ആർടിസി എംഡിയോടാണ് റിപ്പോർട്ട് തേടിയത്. ഓരോ ബസ്സിനും ലഭിക്കുന്ന വരുമാനം, റൂട്ടിന്റെ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ നൽകാനാണ് നിർദ്ദേശം. അതേസമയം ജനങ്ങൾക്ക് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നും മന്ത്രി മാത്രമല്ല മന്ത്രിസഭയല്ലേ കാര്യം നടത്തുന്നതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ആശ്വാസകരമായ ഒരു സേവനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിൻവലിക്കില്ല. ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗം. അതൊക്കെ നയപരമായ തീരുമാനം തന്നെ എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിലവിലെ ഇലക്ട്രിക് ബസ് സർവീസുകളുടെ റൂട്ട് ഉൾപ്പെടെ പരിഷ്കരിക്കുമോ എന്നും സർവീസ് വെട്ടിക്കുറയ്ക്കുമോ എന്നുമുള്ള ആശങ്കയിലാണ് യാത്രക്കാർ. ഇലക്ട്രിക് ബസ് സർവീസ് നഷ്ടത്തിലാണെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഗതാഗത മന്ത്രി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.